ജയസൂര്യ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയുടെ ആഘോഷം തീർത്ത കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഇത് നടക്കണേ. ഷാരടയും ദിനേശനും ഒരിടം വരെ പോയിരിക്ക. അവരോട് വന്നിട്ട് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അതൊരകത്തോട്ടിരിക്ക. വേണ്ട വല്ലവ, വന്ന കാര്യം പുറത്ത് പറയാനുള്ളതാ. നീ പറഞ്ഞു. വേണ്ടോ, താൻ തന്നെ പറ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. ആർക്കും വേണ്ടാത്ത ഭാർഗവി നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയനാ ഇത്. മറ്റവന്മാർക്ക് ഞങ്ങൾ വേറെ കൊടുത്തോളാം. വല്ലഭ ഇത്രയും ബഹുമാനൊന്നും വേണ്ട. ബഹുമാനിച്ചതല്ലടാ, പിന്നെ വീട് വാങ്ങാൻ വന്നവർ എന്റെ പുറത്ത് കാര്യം പറഞ്ഞിട്ട് പോയതാ. നീ എന്താ ഈ പറയുന്നേ? മലയാളം കോഡ് ഭാഷ. ആ ഭാർഗവ നിലയം അവർക്ക് വേണ്ടാന്ന്. ഭാർഗവി നിലയാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? മറ്റാരുമായിട്ട് ഇടപെടാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. സത്യം പറ, നീ അവരോട് പറഞ്ഞോ? ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടേന്ന് അവര് പറഞ്ഞപ്പ ഇന്നലെ വൈകിട്ട് അവര് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേ ഇയാളെ കൊണ്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിനക്കറിയാലോ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ. മച്ചിടിഞ്ഞ് വീണാണ് മുത്തശ്ശൻ മരിച്ചതെന്നും കിണറിന്റെ കയറ് തൂങ്ങിയാണ് മുത്തശ്ശി മരിച്ചതെന്നും പിന്നെ വീടിന്റെ പേര് ഭാർഗവി നിലയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഇങ്ങനെ ധാര ഒഴിച്ചു തന്നോണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയും. കത്തിമൂർച്ച കൂട്ടാനുണ്ടോ? നമ്മുടെ രണ്ട് കത്തിമൂർച്ച കൂട്ടാനില്ലേ? കത്തിയോടെ കുത്തിക്കൊല്ല്. എങ്ങോട്ടാ പോയത്? കത്തിമൂർച്ച കൂട്ടുന്ന ആളാണെങ്കിൽ അതല്ലടാ, മറ്റോരെങ്ങോട്ടാ പോയതെന്ന്. അവരിവിടുന്ന് പടി ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടോ വിടണേ. അതെ, ഇതിന്റെ കൂടെ കടിക്കാൻ എന്തോ അടുത്ത വീട്ടിലെ പട്ടിയുണ്ട്. മാറങ്ങട്. രാംഭവന്റെ കാലത്തെ ടിവിയാ. ഇതൊന്ന് മാറ്റി കളർ ടി വി ആക്കാൻ പറ്റിട്ട് എത്ര കാലായി. എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണായിരുന്നു. അതെങ്ങനെ? ലാഭതുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ ശരീരം നന്നാവാത്ത അസൂയ പുരുഷ ലക്ഷണമല്ല. നീ അത് ഓൺ ചെയ്തേ. നീ അങ്ങനെ കാണണ്ട. നീ അത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. ഞാൻ കാണുന്നില്ല. സമാധാനായില്ലേ? നീ അങ്ങനെ കാറ്റും കൊള്ളണ്ട. നീ എന്തിനാ ഈ തുണിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത്? നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകണ്ട? യാത്ര പോണുണ്ട്. നമ്മളല്ല, നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭ. നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഇതിലുണ്ട്. പിടി. ദിനേശ, എന്തോ നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശരി, നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര കാലായി? 5-6 മാസമായിട്ട്. 5-6 മാസമല്ല, ഇക്കഴിഞ്ഞ 13 ആയപ്പോ 8 മാസം. ആണല്ലേ? എടാ, ഒരു മുറുക്കാൻ കടയുടെ മുന്നില് വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക വല്ലവൻ ഇടുക്കി എന്ന് ചുണ്ണാമ്പിൽ എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടകയ്ക്ക് എടുത്ത് ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ? അത് പിന്നെ ഷാരടിയുടെ വീട് വിറ്റ് തരാൻ. അതിനു വേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും. സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ചൊരു വാക്ക്. അല്ല, അത് ഞാൻ ചോദിക്കാൻ നാവ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ലേ. നീ കൂടുതൽ നാക്കൊന്നും പുറത്തേക്കിട്ട് ബുദ്ധിമുട്ടണ്ട. പോവാൻ നോക്കടാ. എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഞാനിത് കച്ചവടാക്കിക്കോളാം. ദിനേശ്, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാൻ വല്ലഭ. കഴിഞ്ഞ 2 മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ തീയ. അപ്പൊ എന്റെ മനസ്സിൽ തീയില്ലേ? ഉണ്ടെങ്കിൽ വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയടാ. ഇപ്പൊ പറഞ്ഞ 2 ദിവസത്തിനുള്ളെങ്കിലും വരും. അതായത് ദിനേശ, എന്തൊരു ചൂട്. നീ സീരിയസ് ആണല്ലേ? വളരെ സീരിയസാ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നത്തേക്കുമായിട്ട്. പിന്നെ പോകുമ്പോ നിന്റെ ആ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോകാൻ മറക്കണ്ടേ. വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ടിരുന്ന മഹാലക്ഷ്മിയാണ് നീ പുറകാലിനെ ചവിട്ടി പുറത്താക്കണെന്ന് ഓർത്തോ? പക്ഷെ മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു തെറ്റൂല വല്ലഭ. നീ പോവാൻ നോക്കടാ. പോകൂടാ. അതെ, ഈ രാത്രി തന്നെ പോണ. ഓടിച്ചിട്ട് പിടിച്ച് വിക്ക തട്ടിയെടുക്കണ കാലോണേ. ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിട്ട് രാവിലെ പൊക്കോളാടാ. രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിൽ എന്നോട് യാത്ര പോലും പറയാൻ നിൽക്കണം. എന്താടാ ഫാൻ ഓൺ? വേണ്ട വേണ്ട. TV ഓൺ? പോടാ പുറത്ത്. വേണ്ട. വൃക്ക നോക്കിക്കോടാ പന്നി. എന്റെ ദൈവമേ.
എന്നെ ഇവിടെ ഇറക്കിയാ വെച്ചുകളെ. ശരിയാ, വാതിൽ കിടക്കാൻ പ്രയാസമാവും ഈ കസേരയും കൊണ്ട്. വീട് കാണാനാ ഷാരടി ചേട്ടാ. വരൂ വരൂ, ധാരാളം കാണാമല്ലോ. വീടിന്റെ ഓർഡറാ ഷാരടി ചേട്ടൻ പേര്. ഷാരടി ചേട്ടാ, ഞങ്ങൾ വീടൊന്ന് കയറി കാണുകയാണേ. അമ്മാവനോട്ടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാറ്റ് എടുത്തുതരാം, ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചമയ്ക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ. വേണ്ട, അതിന് അതേ തന്നെ നോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്. 1836. അത് സൈസാണ് അമ്മായി. വീടിന്റെ വിസ്തീർണം. ദാ, ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്നതാണ് കിച്ചൺ. എല്ലാം കാണാം, വന്നാട്ടെ. ആ പിന്നെ അയ്യോ, മുമ്പ് ഇവിടുന്നാണ് മച്ചിടിഞ്ഞ് മുത്തശ്ശന്റെ തല ഇതിന് വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈ വെച്ച് തടുത്ത് നിർത്തി. എന്നിട്ട് ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, തീർന്ന് എല്ലാം പോയി ഫിനിഷ്. പിന്നെ ഈ വീടിന് നാട്ടുകാർ വിളിക്കുന്നത് ഭാർഗവീ നിലയം. അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവി നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. അതായത് ഈ ഭാർഗവി നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? ഓ, പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റിംഗ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവി നിലയത്തിന്റെ 2ാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോള, ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീർ ഷീലൊക്കെ ഇവിടെ ഇരുന്നാണ് അഭിനയിച്ചത്. പിന്നെ താമസം എന്റെ വരുവാന്നുള്ള പാട്ട് നാസിർ സാർ ഇല്ല ബാത്റൂമിൽ ഇരുന്നല്ലേ പാടിയത്. ബാത്റൂമിലോ? നേരത്തെ അത് ബെഡ്റൂം ഇനി കിണർ കാണാം, കിണർ കാണാം. സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ, പാമ്പോ? പമ്പ്, കിർലോസ്കർ പമ്പേ. വാ 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 അമ്മാവാ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. മുത്തശ്ശി കയറയിലാത്ത അതെ, മുത്തശ്ശി ഈ കയറല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അതിനിവിടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ. അത് മുത്തശ്ശിയുടെ ഒരു ഹോബിയാ. അല്ലെങ്കിൽ ഈ പൈപ്പിന്നൊക്കെ പറഞ്ഞൊരു അന്ധവിശ്വാസമല്ലേ? അവൻ അങ്ങനെ വിളിക്കല്ലേ, പാവം. അതെ അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാനുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് NH48 ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കാം, മന്ത്രിയുടെ ഒപ്പിട്ടാ മാത്രം മതി. റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. അത് മാത്രോ? വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം. എയർപോർട്ടോ? നമ്മുടെ വീടിന്റെ പുറകില് പെറലോ നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോകാൻ പരമേട്ടന് ഒരു 1/2 മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ, മാത്രോ സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ? മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളാക്കണം കേട്ടോ. ഒപ്പിച്ചുണ്ടെന്നത് എവിടെ? ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നവർ ഒരു തുള്ളി പോലെ അടിച്ചു പോരുന്നു. മനസ്സിലായി? നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കടാ. നിന്നോട് കൂടിയാ ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്നു പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പോഴേക്കും ചൂടാവും. എങ്ങനെ ഉണ്ടാ? എനിക്കിഷ്ടായി. വലിയ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി നിനക്കോടി പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗത്തിന് വരുമ്പോ വലിയ വാടകയൊന്നും ചോദിക്കരുത് അച്ഛാ. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഓ, ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ഈവറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണി കൊടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലമാ. അവിടുന്ന് മണ്ണെടുത്ത് വായിലിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായും നാടൻ സ്പിരിറ്റും സമം ചേർത്തതിന്റെ സ്വാദ്. ഒരു 50 വർഷത്തിനിപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളക്കൂറും പശപച്ചപ്പും. അതെ, വില എന്തോ പറഞ്ഞു? നീങ്ക കോടതി പോങ്കോ, അതാ ശരിയാന വഴി. അന്റെ ശരിയാന വഴി കൂടെ പോയാൽ ഞങ്ങൾക്ക് നീതി கிடைக்கும் സാർ. തീർച്ചയായും കിടക്കും. ഒരു 10-15 ദിവസം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. പിന്നെന്താ? 15 ദിവസമല്ല, 15 വർഷം. 15 വർഷം? സാറിന്റെ പെരിയ തൈര്. പെരിയ തൈരല്ല, പെരിയ തേവര്. പെരിയ തേവര ആളെങ്ങനെയാ? തങ്കമാന മനുഷ്യൻ. യാർക്ക് സഹായം ചെയ്തതാ അവർക്ക് ഇഷ്ടം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. மலையாளத்தான் தேங்க கொடுத்து நம்ம ஆட்டோட ராமச்சந்திரன் 10 பைசா அதிகமா தரேன்னு சொன்னதால இனிமே அந்த மலையாளத்தானுக்கு தேங்காய் கொடுக்க மாட்டாங்க ஐயா. ஏய் வண்டியேறா. யாரையாது? என்ன வேணும்? ഒന്നുമില്ല, ചുമ്മാ ഒന്നുമല്ല, ഞങ്ങൾക്ക് തേവർ സാറിന്. ஐயா, பெரிய தேரையா வராரு, யாருங்க நிக்காதீங்க. അയ്യോ வேளாண்டி ஐயா, இத வந்துடுறாங்க ஐயா. വാ നമുക്ക് പോകാം. പെരിയ തേവരെ കാണാനാ നമ്മളിങ്ങോട്ട് വന്നത്. ചെറിയ ദേവർ ഇങ്ങനെയാണെങ്കിൽ പെരിയ ദേവർ എങ്ങനെയായിരിക്കും എന്റെ പേടി. അപ്പൊ ഒക്കെ പരിഹരിച്ചു അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടേ പരിഹരിക്കാൻ? ചേച്ചി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക്. ഒക്കെ ക്ലീൻ. ഇത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം.
ഒന്ന് പേടിച്ചു. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ? നീ എന്താടാ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ദിനേശ കുഴപ്പമാവും. വല്ലഭ നീ പോയി അമ്മാവനെ സഹായിച്ചു കൊടുക്കടാ. ചെല്ലടാ. ആ ചേച്ചിയമ്മേ, ഇന്ന് ഇവിടുന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. ഒരു 10 മിനിറ്റ് അടുപ്പി തീ കൂട്ടേണ്ട താമസം. ഓ മതി 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 മതി. ഈശ്വര, എന്റെ നെഞ്ചിലാണ് തീ. ഒന്ന് പോടാ. അല്ല